discuss the convergence of sigma n is equal to 1 to infinity 1 by n into n plus 1. Exercise question ആണ്. Discuss the convergence of sigma n n is equal to 1 to എഴുതിയല്ലോ question എഴുതി 1 to infinity 1 by n into n plus 1. Let sigma let sequence sum be the partial sum sequence of the given series. Sigma n is equal to 1 to infinity 1 by n into n plus 1. അപ്പോൾ അതിലെ ഫസ്റ്റ് ടേം എങ്ങനെ ഇരിക്കും? ഇവിടെ S1 എന്താണ് 1 by 1 into 2 അല്ലേ? S2 എന്താ 1 by 1 into 2 plus 1 by 2 into 3 ശരിയല്ലേ? S3 യോ ഇവിടെ ആദ്യം 1 കൊടുത്തു അതെഴുതി, അടുത്ത് 1ന്റെ ടേം 1 കൊടുത്തു പ്ലസ് 2 കൊടുത്തു, അടുത്തവിടെ 1 കൊടുക്കുക പ്ലസ് 2 കൊടുക്കുക പ്ലസ് 3 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ 1 by 1 into 2 പ്ലസ് 2 കൊടുക്കുമ്പോൾ 1 by 2 into 3 പ്ലസ് 3 കൊടുക്കുമ്പോൾ 1 by 3 into 4. അടുത്ത് S4 ആരാ 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus 1 by 4 into 5 അല്ലേ? S4 etc. ആണെങ്കിൽ S5 കൊടുത്താൽ S5 എന്താ 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus 1 by 4 into 5 plus 1 by 5 into 6 അതല്ലേ? ഇങ്ങനെ പോയാൽ what is SM 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by m into അപ്പോൾ വേണമെങ്കിൽ ഒരു ടൈം മുമ്പുള്ള ടൈം എഴുതിയല്ല 1 by m minus 1 into m അല്ലേ? പ്ലസ് 1 by m into m plus 1. ഓക്കെ, ഇതിനെ എനിക്ക് 1 by 1 minus 1 by 2 എന്ന് എഴുതിക്കൂടെ? ഈ 1 by 1 into 2 ന് 1 by 1 minus 1 by 2 എന്ന് എഴുതിക്കൂടെ? ശരിയല്ലേ? അതേപോലെ 1 by 1 into 2 ന് 1 by 1 minus 1 by 2 പ്ലസ് 1 by 2 into 3 എനിക്ക് എങ്ങനെ എഴുതാം? 1 by 2 minus 1 by 3. ഇവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്യാം? മൈനസ് 1 by 2 പ്ലസ് 1 by 2 കട്ട് ചെയ്താൽ 1 minus 1 by 3 മാത്രമാവും. അടുത്ത് ഇവിടെ നോക്കിയേ, എനിക്ക് 1 by 1 into 1 by 2 ന് 1 by 1 minus 1 by 2 പ്ലസ് 1 by 2 into 3 എങ്ങനെ എഴുതാം? 1 by 2 minus 1 by 3 1 by 3 into 4 എങ്ങനെ എഴുതാം? 1 by 3 minus 1 by 4. ഇവിടെ 1 by 2 1 by 3 കട്ട് ചെയ്യും, അവശേഷിക്കുന്നത് 1 minus 1 by 4 മാത്രം. ഇവിടെ നോക്കിയാലോ, ഇവിടെ 1 by 1 minus 1 by 2 പ്ലസ് 1 by 2 minus 1 by 3 പ്ലസ് ഈ 1 by 3 into 4 എങ്ങനെ എഴുതാം? 1 by 3 minus 1 by 4 പ്ലസ് 1 by 4 into 5 നെ 1 by 4 minus 1 by 5 ശരിയല്ലേ? 1 by 4 into 5 എന്ന് 1 by 4 minus 1 by 5 അല്ലേ? ഇവിടെ ആദ്യത്തെ അവസാനത്തെ ടേം ഒഴികെ ബാക്കിയെല്ലാം കട്ട് ചെയ്യും, 1 minus 1 by 5.
അടുത്ത് ഇവിടെ നോക്കിയേ, S5 അല്ലേ, S5 എഴുതിയിരിക്കുന്നത് എങ്ങനെയാ, 1/1 into 2 plus 1/1 into 3, 2 into 3 plus 1/3 into 4 plus 1/4 into 5 plus 1/5 into 6 അങ്ങനല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 1/1/2 1/1 into 2 1/1 minus 1/2 ശരിയല്ലേ. 2 minus 1 മുകളിൽ 1 ആവും, താഴെ 1 into 2 LCM പ്ലസ് 1/2 into 3 1/2 minus 1/3 എന്ന് എഴുതാമല്ലോ. 3 minus 2 1/2 into 3 ആവും. അടുത്ത് 1/3 into 4 എങ്ങനെ എഴുതാം, 1/3 minus 1/4 എന്ന് എഴുതിക്കൂടെ. പ്ലസ് 4 into 5 നെയോ 1/4 minus 1/5, 5 into 6 നെയോ 1/5 minus 1/6. നോക്കിയേ, എല്ലാ ടേമും കട്ട് ചെയ്യില്ലേ. ആരൊക്കെ അവശേഷിക്കുള്ളൂ, 1ഉം 1/6 ഒഴികെ ബാക്കിയെല്ലാം കട്ട് ചെയ്യുകയല്ലേ, ശരിയല്ലേ. minus 1/2 plus 1/2 minus 1/3 plus 1/3 minus 1/4 plus 1/4 minus 1/5 plus 1/5. അപ്പൊ അങ്ങനെയാണെങ്കിൽ SM എന്തായിരിക്കും നോക്കിയേ, ദാറ്റ് ഈസ് SM എന്താ, 1/1 into 2 1/1 minus 1/2 plus 1/2 into 3 1/2 minus 1/3 plus 1/3 into 4 1/3 minus 1/4 plus etc. plus ഇവിടെ 1/m minus 1 into m എങ്ങനെ എഴുതാം, 1/m minus 1 minus 1/m plus 1/m into m plus 1 എങ്ങനെ എഴുതാം, 1/m minus 1/m plus 1. ശരിയല്ലേ. a by b minus c by d എന്ന് വെച്ചാൽ എന്താണ്, ad minus bc by b into d അല്ലേ, അതല്ലേ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആരെ കട്ട് ചെയ്യും, 1/2 minus 1/2 1/3 minus 1/3 ഇതെല്ലാം കട്ട് ചെയ്യും അല്ലേ. ഇവിടെ minus 1/m plus 1/m, ഈ 1/m minus 1 ഇവിടെ ഉള്ള ടൈമായിട്ട് കട്ട് ചെയ്യും. അപ്പൊ അവശേഷിക്കുന്ന ആര് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് SM is equal to ആരാ, 1 minus 1/m plus 1 ആണല്ലോ. അപ്പോ that is the sequence SM is equal to ആരാ, 1/1/m plus 1 minus 1/m plus 1 converges to എങ്ങോട്ട് കൺവേർജ് ചെയ്യും, ഈ സീക്വൻസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യും, ലിമിറ്റ് എങ്ങോട്ട് കൺവേർജ് ചെയ്യും, ലിമിറ്റ് n tends to infinity SM. What is limit n tends to infinity, limit m tends to infinity SM, limit m tends to infinity 1 minus 1/m plus 1, that is equal to 1 minus 1 by infinity plus 1 infinity ആണല്ലോ. 1 minus 1 by infinity എന്താവും, 1 minus 0 ആവും. അപ്പോൾ ലിമിറ്റ് n tends to infinity SM is equal to 1 അല്ലേ. അപ്പോൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എങ്ങോട്ട് കൺവേർജ് ചെയ്തു, that is the sequence of partial sum, that is the sequence of partial sum, that is the sequence of partial sum SM converges to 1. Sequence of partial sum 1ലേക്ക് കൺവേർജ് ചെയ്യുന്നു. അപ്പോഴോ thus the given series sigma one by n into n plus 1 also converges to 1 അല്ലേ. ഈ സീരീസ് കൺവേർജ് ചെയ്യും.
ക്ലിയർ അല്ലേ? അപ്പോൾ 1/n × n+1 എന്ന സീരീസിന്റെ കൺവെർജൻസിനെ പറ്റി ചോദിച്ചാൽ എന്ത് ചെയ്യുക? അതിന്റെ പാർഷ്യൽ സം സീക്വൻസ് 1 കൺവെർജ് ചെയ്യും എന്നുള്ളത് കൊണ്ട് ആ സീരീസും 1 കൺവെർജ് ചെയ്യും. ക്വസ്റ്റ്യൻ എഴുതിയല്ലോ അല്ലെ? ക്വസ്റ്റ്യൻ എഴുതി ആൻസർ ഈ പേജ് എഴുതിയോ? ഈ പേജ് എഴുതിയോ? ഈ പേജ് എഴുതിയോ? അപ്പോൾ 1 - 1/2 1 - 1/3 അങ്ങനല്ലേ പോകുന്ന ഈ സീക്വൻസ്. ഈ സീക്വൻസ് പോകുന്ന എങ്ങനെ? 1 - 1/2 1 - 1/3 1 - 1/4 1 - 1/5 1 - 1/6 1 - 1/m+1 എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ ജനറൽ ആയിട്ട് 1 - 1/m+1. അപ്പോൾ എങ്ങനെ ആക്കാം? അടുത്ത പേജിൽ 1 limit n tends to infinity sm is 1, limit m tends to infinity sm is 1. So the sequence of partial sum f sum converges to 1. Next question. For the series sigma n is equal to 1 to infinity log n+1/n, find an explicit formula. Find an explicit formula. The question is for the sequence of partial sums. For the sequence of partial sums
and determine if the series converges. Let sequence SM be the sequence of partial sum, be the sequence of partial sums, sequence of partial sums of the given series. That is S1 log the 1 plus 1 by 1 on the log 2 by 1. Log 2 by 1 log 2 minus log 1 equal to log 1 0 log 2. What is S2? Log 1 plus 1 by 1 minus log 2 plus 1 by 2. 1 കൊടുക്കുക പിന്നെ 2 കൊടുക്കുക പ്ലസ് അല്ലേ പ്ലസ് 2 plus 1 by 2 is equal to log 2 by 1 plus log 3 by 1. Log 2 by 1 log 2 is equal to log 2 ഇവിടെ എന്താ വരിക ഇവിടെ 3 by 2 അല്ലേ log 2 minus log 1 log a by b log a minus log b അല്ലേ ശരിയല്ലേ log a by b എന്താ log a minus log b അല്ലേ is equal to log 2 minus log 1 plus log 3 minus log 2. ഇവിടെ ആര് മാത്രമേ ഉള്ളൂ log 2 കട്ട് ചെയ്യാലോ log 3 minus log 1 log 3 minus ഇവിടെയും log 2 minus log 1 ഇവിടെ log 3 minus log 1. അടുത്ത് S3 എന്താ അവിടെ S3 ആദ്യം 1 കൊടുക്കുക log 2 by 1 പ്ലസ് അടുത്ത് 2 കൊടുക്കുക log 3 by 2 പ്ലസ് log 4 by 3. അതെന്താ log 2 by 1 log 2 minus log 1 log 3 by 2 എന്താ log 3 minus log 2 plus log 4 by 3 എന്താ log 4 minus log 3. എല്ലാം കട്ട് ചെയ്യുമല്ലോ ആര് മാത്രം അവശേഷിക്കും log 4 minus log 1 മാത്രം ബാക്കിയെല്ലാം കട്ട് ചെയ്യും ശരിയല്ലേ log 2 പോയി log 3 പോയി log 4 minus log 1 etc. What is SM? SM is equal to log 2 by 1 plus log 3 by 2 plus log 4 by 3 plus etc. plus log ഞാൻ എമ്മിന് പോലെ എം മൈനസ് എന്നിന് പോലെ എം മൈനസ് 1 കൊടുത്താൽ log m by m minus 1 plus log m plus 1 by m. ഇവിടെ എന്താവും
log 2 minus log 1. Log 2 by 1 is log 2 minus log 1. Log 3 by 2 is log 3 minus log 2 plus etc. Log m by m minus 1 is log m minus log m by m minus 1 plus log m plus 1 by m is log m plus 1 minus log m. അപ്പോൾ നമുക്ക് log 2 പോയി log 3 ഇവിടെ പോവും log m ഇതാ പോയി log m minus 1 ഇവിടെ പോവും ബാക്കി എന്ത് മാത്രമുണ്ട് that is sm is equal to log m plus 1 minus log m log 1 അല്ലേ അപ്പോൾ sm is equal to എന്താ log m plus 1 കാരണം log 1 0 ആണ് അല്ലെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു ഈ ഇങ്ങനെ വന്ന കുറെ സീരീസിന്റെ പ്രത്യേകത എന്താ കഴിഞ്ഞ സീരീസ് ഇങ്ങനെയായിരുന്നല്ലോ ഇടയ്ക്കുള്ള ടൈംസ് എല്ലാം കട്ട് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് ടൈം മാത്രമേ ഉള്ളൂ ലാസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം മാത്രമേ ഉള്ളൂ ഇത്തരം സീരീസുകളെ വിളിക്കുന്ന പേര് ടെലസ്കോപ്പിക് സീരീസ് എന്നാണ് ഇത്തരം സീരീസുകളെ വിളിക്കുന്ന പേര് ടെലസ്കോപ്പിക് സീരീസ് എന്നാണ് ടെലസ്കോപ്പിംഗ് സീരീസുകൾ എന്നാണ് ടെലിസ്കോപ്പിംഗ് സീരീസ് കഴിഞ്ഞ സീരീസും ഈ സീരീസും ടെലിസ്കോപ്പിംഗ് സീരീസിന് എക്സാമ്പിൾസ് ആണ് അപ്പോൾ നമുക്ക് sm is equal to log m plus 1 എന്ന് തോന്നുന്നു അല്ലേ ഓക്കെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് എന്താ log sm is equal to അപ്പോൾ sm is equal to എന്ത് വന്നു log m plus 1 എന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഇങ്ങനെ ഈ m വളരെ വലുതാകും തോറും ലോഗിന്റെ വാല്യൂ log വലിയ നമ്പർ ആകുമ്പോൾ അത് ഇൻഫിനിറ്റിയോട്ട് പോകും അല്ലേ അപ്പോൾ ലിമിറ്റ് ഓഫ് sm limit m tends to infinity sm is equal to log infinity ആയിട്ട് പോകും that is the sequence of partial sum unbounded ആണ് that is the sequence of partial sum sm is unbounded അല്ലെ കൺവേർജ് ചെയ്യില്ല അല്ലെ ഇൻഫിനിറ്റി sm diverges so sequence of partial sum diverge ചെയ്യുന്നു hence the given series is diverges അല്ലെ hence the given series is sigma log n plus 1 by n diverges sequence of partial sum diverge ചെയ്തുകൊണ്ട് സീരീസും ഡൈവർജ് ആവും അല്ലേ കാരണം ഇത് അൺബൗണ്ടഡ് ആണ് അല്ലേ എഴുതിയായിരുന്നത് എഴുതിയോ ക്വസ്റ്റ്യൻ എഴുതിയല്ലോ ആൻസർ പെട്ടെന്ന് എഴുതിയോ പെട്ടെന്ന് എഴുതിക്കും ഫസ്റ്റ് ടൈം ഇങ്ങനെ നമ്മൾ സീരീസ് ടേം സീക്വൻസിന്റെ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ ടേംസ് എഴുതി പോകുമ്പോൾ ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം മാത്രം അവശേഷിക്കുന്ന രീതിയിൽ വരുന്നതിനെല്ലാം ടെലിസ്കോപ്പിംഗ് സീരീസ് എന്നാണ് വിളിക്കുന്നത് ടെലിസ്കോപ്പിംഗ് സീരീസ്
Yes. Next comparison test. Next theorem. Theorem number 3. Theorem number 3. Comparison test. Let sigma an and sigma bn be series of non-negative reals, be series of non-negative real numbers. Assume an less than or equal to bn for all n in natural number set. Then number 1, if sigma bn വലിയ സീരീസ് ആണ്, if sigma bn is convergent, sigma bn converge ചെയ്യുന്നുവെങ്കിൽ ചെറിയ സീരീസും converge ചെയ്യും. If sigma bn is convergent, then so is sigma n. If sigma bn convergent, then sigma n convergent. Then then sigma an is also convergent. വലിയ സീരീസ് കൺവെർജ് ചെയ്താൽ ചെറിയ സീരീസ് കൺവെർജ് ചെയ്താൽ ചെറിയ സീരീസ് കൺവെർജ് ചെയ്യും. അടുത്ത് ചെറിയ സീരീസ് ഡൈവേർജ് ചെയ്താൽ, ഇഫ് സിഗ്മ an is divergent, ചെറിയ സീരീസ് ഡൈവേർജ് ചെയ്താൽ then വലിയ സീരീസും ഡൈവേർജ് ചെയ്യും. സിഗ്മ bn is also divergent. സിഗ്മ എനും സിഗ്മ bn രണ്ട് സീരീസ് ഓഫ് നോൺ നെഗറ്റീവ് റിയൽസ് ആണ്. അസ്യൂം an less than or equal to bn for all n. അതായത് a1 less than or equal to b1, a2 less than or equal to b2, a3 less than or equal to b3. ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിത് കണ്ടിട്ടുണ്ട് പോലത്തെ കാര്യങ്ങൾ. ഇനി വലിയ സീരീസ് കൺവെർജ് ചെയ്താൽ ചെറിയ സീരീസ് കൺവെർജ് ചെയ്യും. ചെറിയ സീരീസ് ഡൈവേർജ് ചെയ്താൽ വലിയ സീരീസ് ഡൈവേർജ് ചെയ്യും. ആണ്. If sigma bn is convergent, then sigma an convergent. If sigma an divergent, then sigma bn divergent. This is called comparison test. നമ്മൾ രണ്ട് മൂന്ന് ടെസ്റ്റുകൾ പഠിക്കും. ഒരു സീരീസ് നമ്മൾ ആൾറെഡി ഇപ്പോൾ ഒരു ടെസ്റ്റ് പഠിച്ചു കഴിഞ്ഞ് ജോമെട്രിക് ഒന്നല്ല രണ്ട് ടെസ്റ്റ്, ഒരു ജോമെട്രിക് സീരീസിന്റെ ടെസ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ജോമെട്രിക് സീരീസ് ആണെങ്കിൽ കൺവെർജ് ചെയ്യുന്നത് എപ്പോഴേ എന്നുള്ളത്. ജോമെട്രിക് സീരീസ് ആണെങ്കിൽ കോമൺ റേഷ്യോന്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവെർജ് ചെയ്യും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും. ഇത് പറയുന്നത് കമ്പാരിസൺ ടെസ്റ്റ്.
വലിയ സീരീസ് കൺവേർട്ട് ചെയ്താൽ അത് ശ്രദ്ധിക്കണം, നോൺ നെഗറ്റീവ് ടേംസ് ആണ് സീരീസിലെ എലമെന്റ്സ് പോസിറ്റീവ് മാത്രമേ, പോസിറ്റീവോ സീറോയോ പാടുള്ളൂ, നെഗറ്റീവ് ആൾക്കാർ പാടില്ല. ആ രണ്ട് സീരീസിലെ ആൾക്കാർ ആരാവാനേ പാടുള്ളൂ? ലെറ്റ് സിഗ്മ എ സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ, ലെറ്റ് സിഗ്മ എ ആൻഡ് സിഗ്മ ബി ആൻഡ് ബി സീരീസ് ഓഫ് നോൺ നെഗറ്റീവ് റിയൽസ് ആണ്. ഈ സീരീസിൽ വരുന്ന ഇവിടെ വരുന്ന എലമെന്റ്സുകൾ ആരും തന്നെ എന്താവാൻ പാടില്ല, നെഗറ്റീവ് ആൾക്കാരാവാൻ പാടില്ല, എല്ലാം പോസിറ്റീവ് ആൾക്കാരാണ്. അങ്ങനെയുള്ള പ്രത്യേകത ഉണ്ട്. എന്താ ഇങ്ങനെ എല്ലാം പോസിറ്റീവ് വരുന്ന സീരീസിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സീരീസിലെ എല്ലാ മീൻസ് ഇവിടുത്തെ എലമെന്റ്സുകളെല്ലാം പോസിറ്റീവ് ആണെങ്കിലുള്ള പ്രത്യേകത എന്തായിരിക്കും പ്രത്യേകത? പ്രത്യേകതകളൊന്നും ഉണ്ടാവില്ലേ? ഇവിടെ ഒരു സീരീസിലെ ആൾക്കാരൊക്കെ പോസിറ്റീവ് ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകുമോ?